അസ്ലമോയമാണ്. കുട്ടികളുള്ളവർ, ചെറിയ മക്കളാണെങ്കിൽ പോലും അവരെയും കൂട്ടി നിങ്ങൾ യാത്ര പോകണമെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മുടെ മക്കളെയും കൂട്ടി കാട്ടിലേക്ക് ട്രക്കിങ്ങിനും അതുപോലെ തന്നെ മലകളും കുന്നുകളും ഒക്കെ കാണിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂള് അല്ലെങ്കിൽ LKG pre-KG പോലുള്ള സ്ഥലങ്ങളിലാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. പഠിക്കാൻ കൂമ്പാരം പോലത്തെ സിലബസും അതിനേക്കാളുപരി വലിയ ബാഗും ചുമന്നാണ് നമ്മുടെ മക്കൾ പോകുന്നത്. ഓരോരുത്തരുടെ ജീവിതവും പ്രഷർ കുക്കറിലെ ജീവിതം പോലെയാണ്. അവർ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, മുഴുവൻ A+ കിട്ടിയിട്ടും സീറ്റ് കിട്ടാത്ത ഒരുപാട് പേര്, വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനോ ചെറിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ ഡിസിഷൻ എടുക്കാനോ പറ്റാതെ ഒരു കഴുത്തിലേക്ക് ഒരു കയറ് വാങ്ങി ആത്മഹത്യ ചെയ്യുന്നവരും ഡിപ്രഷൻ അടിച്ച് പല രീതിയിൽ മയക്കുമരുന്നിനും മറ്റും അഡിക്ഷനായി പോകുന്നവരും നമ്മൾ കാണാൻ പറ്റും. നമ്മുടെ ചെറിയ മക്കളെ മണ്ണിലും പാടത്തും മഴയത്തും കുളിക്കാനും മറ്റൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ഞാൻ എൻ്റെ ചെറിയ കുട്ടിനെയും കൂട്ടി ലഡാക്കിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ശ്വാസം പോലും കിട്ടാത്ത സ്ഥലത്തേക്ക് 8 മാസം പ്രായമുള്ള ഇഹാൻ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളുപരി മഴക്കാലത്തും അതുപോലെ തന്നെ ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും വെള്ളച്ചാട്ടത്തിലൊക്കെ അവന് കുളിക്കാനും മറ്റൊക്കെ വരും. പ്രകൃതിയോട് നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതി വേണം, അതിനോടൊരു സ്നേഹം വേണം. പ്രകൃതിയിലേക്ക് പോകുക എന്നുള്ളത് നമ്മളെപ്പോഴും മനുഷ്യൻ്റെ അവകാശമായി കൊണ്ടുവരണമെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രകൃതി സംരക്ഷിക്കേണ്ട ബാധ്യത, അതിൻ്റെ ദൗത്യം എന്താണ്, ഓരോ ജീവജാലങ്ങളും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അവരുടെ വഹിക്കുന്ന ദൗത്യം എന്താണെന്നൊക്കെ കൃത്യമായി ബോധ്യം വരണമെങ്കിൽ ചെറുപ്പകാലത്തെ കുട്ടികളെ കാട്ടിലേക്കും മറ്റൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അവർക്കപ്പോഴാണ് അതിൻ്റെ ഒരു ദൗത്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകുക. അല്ലാതെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനിയിലും അതുപോലെ തന്നെ ആ ഒരു ലൈഫിലും മാത്രം ജീവിക്കുന്ന കുട്ടികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ നാളെ അവർക്ക് വലിയ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതിനേക്കാളുപരി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ സ്വന്തം സഹോദരങ്ങളോട് അല്ലെങ്കിൽ കൂട്ടുകാരില്ലാതെ അവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത, മൊബൈലിനും ടാബിനും മറ്റും അഡിക്റ്റായി പോയിട്ട് ഒരുപാട് ആളുകളാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇന്ന് കാറ്ററിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ഏൽക്കുന്നു. മരണ വീട്ടിൽ പോലും മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടി ആളെ കിട്ടാനില്ല. ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാൻ ആളുകളില്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാനും കേൾക്കാനും ആളുകളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, നമുക്കെന്തെങ്കിലും പ്രയാസം പങ്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാനോ അങ്ങനെ ആളുകളില്ല. അപ്പോൾ സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവുക, പ്രകൃതിയോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവുക, ഇതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിൽപ്പെട്ടൊരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ മക്കളിൽ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും പ്രകൃതിയോടും മനുഷ്യരോടും കുടുംബത്തോടും സൗഹൃദത്തോടും സമൂഹത്തോടും വേദനകൾ അനുഭവിക്കുന്നവരോടും ഒക്കെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു സഹാനുഭൂതിയും നമ്മുടെ മനസ്സിലുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെയും കൂട്ടി നമ്മൾ യാത്ര പോകണം. അതിനേക്കാളുപരി നമ്മൾ ആ രീതിയിൽ വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.